എം എം മണി വംശീയ അധിക്ഷേപം നടത്തി കോൺഗ്രസ് നേതാവ്. ദേവികുളം നിയോജകമണ്ഡലം കൺവീനറായ OR ശശിയാണ് അധിക്ഷേപ പ്രസംഗം നടത്തിയത്. ഡീൻ കുര്യാക്കോസിന് സൗന്ദര്യമുണ്ട്. ഡീൻ കുര്യാക്കോസിന് സൗന്ദര്യമുണ്ടായത് എങ്ങനെയാ? ഡീൻ കുര്യാക്കോസിന്റെ മാതാപിതാക്കൾക്ക് സൗന്ദര്യമുള്ളത് കൊണ്ടാണ് ഡീൻ കുര്യാക്കോസിന് സൗന്ദര്യമുണ്ടായത്. അത് മണി അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, മണിയുടെ അപ്പൻ നല്ല ചക്കുക്കുരു പോലെ ഇരുന്നയാളാണല്ലോ മാധവശാന്തി, അല്ലേ? എം എം മണി നല്ല ചക്കുക്കുരു പോലെയാ എം എം മണിയുടെ അപ്പം മാധവശാന്തി ഇരുന്നത്. പിന്നെ എങ്ങനെയാ ഈ മാധവശാന്തിയുടെ മകൻ എം എം മണി ഈ ചുട്ട കശുവണ്ടി പോലെയായി പോയത് എന്ന് നിങ്ങൾ ആലോചിക്കേ. അയാളെ കണ്ട ചുട്ട കശവണ്ടിയുടെ മുഖത്ത് നോക്കുന്നത് പോലെയാ. അതിന് ഡീനിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഡീനിന്റെ മാതാവ് പ്രസവിച്ചത് നല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലില ഡീനെ പ്രസവിച്ചത്. മണിയായി ഏതാണ്ട് പാറമടയില. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജോസിൽ ചേരുന്നുണ്ട്. ജോസിൽ, ഈ ശശി നടത്തിയ ഈ നെറികെട്ട ഈ പ്രസംഗം രാഷ്ട്രീയ മര്യാദയ്ക്ക് പുരോഗമന കേരളത്തിന് യോജിക്കാത്ത തരത്തിലുള്ള ഈ പ്രസംഗം എവിടെയാണ് ഈ ശശി നടത്തിയത്? ശശിക്ക് ഈ കോൺഗ്രസിനുള്ള സ്ഥാനം എന്താണ്? കോൺഗ്രസ്സുകാരെന്തെങ്കിലും ഈ നെറികെട്ട പ്രസംഗത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ടോ? സിജു, തീർച്ചയായും സാംസ്കാരിക കേരളത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു പരാമർശമാണ് ഇന്നലെ മൂന്നാറിൽ നടന്ന UDF മണ്ഡലം കൺവെൻഷനിൽ വെച്ച് കോൺഗ്രസ് നേതാവും UDF ദേവികുളം നിയോജക മണ്ഡലം കൺവീനറുമായ OR ശശി നടത്തിയിരിക്കുന്നത്. ഒരു രീതിയിലും ഒരു പുരോഗമന സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത പ്രസംഗമാണ് നടത്തിയത്. എം എം മണി MLA-ക്കെതിരെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ അന്തരിച്ച പിതാവ് മാധവൻ ശാന്തിക്കെതിരെയും അസഭ്യവർഷമാണ് ഈ കോൺഗ്രസ് നേതാവ് നടത്തിയിരിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ച് ഒരു ജനകീയ നേതാവാണ് എം എം മണി. സാധാരണക്കാരുടെ ഇടയിൽ നിന്നും പ്രവർത്തിച്ച് കയറി വന്ന ഒരു നേതാവാണ്. കർഷകർക്കിടയിലും കർഷക തൊഴിലാളികൾക്കിടയിലും സാധാരണ തോട്ടം തൊഴിലാളികൾക്കിടയിലും പ്രവർത്തിച്ച് കയറി വന്ന ഒരു നേതാവാണ്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പ്രസംഗം നടത്തിയപ്പോൾ ഡീൻ കുര്യാക്കോസ് പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ല, വികസന പ്രവർത്തനങ്ങൾ ഇടപെട്ടിട്ടില്ല എന്ന രീതിയിൽ പൗഡർ ഇട്ട് നടക്കുന്നതല്ലാണ്ട് പ്രവർത്തനങ്ങളൊന്നും സംഘടിപ്പിച്ചിട്ടില്ല എന്ന് എം എം മണി പരാമർശിച്ചിരുന്നു. അതിനെ കേന്ദ്രീകരിച്ച് നടത്തിയ പ്രസംഗമാണ് എം എം മണിയെയും അതുപോലെ തന്നെ എം എം മണിയുടെ അന്തരിച്ച പിതാവിനെയും എല്ലാം ചേർത്ത് ചക്കുക്കുരുവും കരിഞ്ഞ കശുവണ്ടിയോടുമൊക്കെ സാമ്യപ്പെടുത്തിക്കൊണ്ട് ഇവരെ വളരെ മോശമായ രീതിയിലുള്ള പ്രസംഗം ഒരു കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉടുമ്പൻചോലയിൽ 39,000-ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് എം എം മണി വിജയിച്ചത്. ഈ ഒരു വളരെ ജനകീയനായ നേതാവാണ് ഇടുക്കി ജില്ലയിൽ എം എം മണി. അങ്ങനെ ഒരു നേതാവിനെ വളരെ മോശമായ ഭാഷയിൽ ഇത്തരത്തിൽ പരാമർശങ്ങൾ നടത്തിയതിനെതിരെ ഇടുക്കി ജില്ലയിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. സിജു.